മനോഗതം ഭവാൻ അറിഞ്ഞേ ശുഭാർദ്രമായി ദിനം സലോലം സുന്ദരമേ രമണ സേവസാഗരം കേരളത്തിലെ അതിപുരാതനവും പ്രശസ്തവുമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചക്കാംപറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 500ഓളം വർഷം പഴക്കമുള്ള ഈ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ചക്കാംപറമ്പില് ആദ്യമുണ്ടായിരുന്നത് കാലപ്പഴക്കം നിർണയിക്കാനാവാത്ത ഒരു നനദുർഗാ ക്ഷേത്രമായിരുന്നു. ദുർഗാദേവിയുടെ ഭക്തനായ ചക്കാംപറമ്പ് സ്വദേശി കദളിപ്പറമ്പിൽ ഇക്കോരൻ വിദ്യാഭ്യാസത്തിനായി ഉത്തരദിക്കിലെ ഒരു ബ്രാഹ്മണ ഭവനത്തിൽ താമസിക്കുകയുണ്ടായി. ദിവസവും വന്നു തൊഴാൻ സാധിക്കാത്തതിനാൽ ഒരു ദേവീ സങ്കല്പത്തെയും കൂടെ കരുതി. പഠനാനന്തരം തിരിച്ചു വന്നപ്പോൾ താൻ ഉപാസിച്ച ദേവീ സങ്കല്പത്തെ തന്റെ ഇഷ്ടദേവതയായ നനദുർഗയുടെ ക്ഷേത്രത്തിനടുത്ത് പ്രതിഷ്ഠിച്ചു. പീഠപ്രതിഷ്ഠ പിന്നീട് ഗോളക പ്രതിഷ്ഠയാവുകയും കാലാന്തരത്തിൽ വിഗ്രഹ പ്രതിഷ്ഠയാവുകയും ചെയ്തു. മൂലപ്രതിഷ്ഠ നടത്തിയ ഉപാസകനെ മുത്തപ്പൻ എന്ന പേരിൽ നാലമ്പലത്തിന് പുറത്ത് പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നു. കുംഭഭരണി മഹോത്സവം, അതിനോടനുബന്ധിച്ചുള്ള നടതെറുപ്പ് മഹോത്സവം, നവരാത്രി പൂജ, അയ്യപ്പൻ വിളക്ക്, പൊങ്കാല, തെണ്ടു വഴിപാട് ഇവയൊക്കെയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങളായിട്ട് വരുന്നത്. അതുകൂടാതെ എല്ലാ മാസവും ഭരണി നക്ഷത്രത്തിൽ വിശേഷാൽ പൂജയും അഭിഷേകവും ശ്രീഭൂതബലി അടക്കമുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് തദ്ദേശീയരായ ഈഴവർ സ്ഥാപിച്ച ഈ സഭയാണ് ക്ഷേത്രകാര്യങ്ങൾ ഇന്നും നോക്കി നടത്തുന്നത്.